സ്വാമി ശരണയ്യപ്പ. ഗാലവ മഹർഷിയുടെ മകളായിരുന്ന ലീല ദുർവാസാവ് മഹർഷിയുടെ ശാപത്താലാണ് മഹിഷി എന്ന അസുര സ്ത്രീയായി ജനിച്ചത്. മഹിഷി മണികണ്ഠനാൽ ശാപമോക്ഷം കിട്ടി വീണ്ടും സുന്ദരിയായ ദേവിയായി മാറി. അപ്പോൾ അവൾ മണികണ്ഠനിൽ അനുരക്തയായി. ആ ദേവി അയ്യപ്പസ്വാമിയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ താൻ നിത്യബ്രഹ്മചാരിയാണെന്നും തൻ്റെ അവതാര ലക്ഷ്യം ഭക്തരെ അനുഗ്രഹിക്കലാണെന്നും അയ്യപ്പൻ മറുപടി നൽകി. ദേവിയുടെ ഭക്തി കണ്ട അയ്യപ്പസ്വാമി അവർക്ക് തൻ്റെ ക്ഷേത്രത്തിന് തൊട്ടടുത്തായി വസിക്കാൻ അനുവാദവും നൽകി. അത് ഇരുനില മാളികയോട് കൂടിയ ഒരു ക്ഷേത്രമാണ്. ആ മാളികയിൽ താമസിക്കുന്നതുകൊണ്ട് അവർക്ക് മാളികപ്പുറത്തമ്മ എന്ന പേര് വന്നു. കൂടാതെ അയ്യപ്പൻ അവർക്ക് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. അതായത് ഏതൊരു വർഷമാണോ ശബരിമലയിൽ ഒരു കന്യയ്യപ്പൻ പോലും വരാതിരിക്കുന്നത് അന്ന് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. ശബരിമലയിൽ ഒരു ആചാരമുണ്ട്. അതെന്താണെന്നോ, കന്യ അയ്യപ്പന്മാർ വരുമ്പോൾ തങ്ങളുടെ കയ്യിലുള്ള ശരക്കോലുകൾ, പേട്ടതുള്ളലിന് ഉപയോഗിക്കുന്ന മരം കൊണ്ടുള്ള അമ്പ്, അത് ശരംകുത്തി എന്ന സ്ഥലത്ത് കുത്തിവെക്കാറുണ്ട്. അങ്ങനെയാണ് ആ സ്ഥലത്തിന് ശരംകുത്തി എന്ന പേര് വന്നത്. മകരവിളക്ക് കഴിഞ്ഞ് മാളികപ്പുറത്തമ്മ എഴുന്നള്ളത്ത് നടത്തുമ്പോൾ ഈ ശരം കുത്തിയിലെത്തും. എന്നിട്ട് വളരെ പ്രതീക്ഷയോടെ അവിടെ ശരം കുത്തിവെച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ഇതെന്തിനാണ്? കന്നി അയ്യപ്പന്മാരാണല്ലോ അവിടെ ശരം കുത്തിവെക്കുന്നത്. അവിടെ ശരം കുത്തിവെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഈ വർഷവും പുതിയ ഭക്തന്മാർ, അതായത് കന്നി അയ്യപ്പന്മാർ വന്നിട്ടുണ്ടെന്നും തൻ്റെ വിവാഹത്തിന് സമയമായിട്ടില്ലെന്നും മനസ്സിലാക്കി അമ്മ ദുഃഖത്തോടെ മടങ്ങുന്നു എന്നാണ് വിശ്വാസം. ചുരുക്കത്തിൽ തൻ്റെ ഇഷ്ടദൈവത്തെ പ്രാപിക്കാൻ ആത്മീയമായി കാത്തിരിക്കുന്ന ഒരു വലിയ ഭക്തയുടെ രൂപമാണ് മാളികപ്പുറത്തമ്മയ്ക്ക്. ഏതു കാലത്താണോ കന്നി അയ്യപ്പന്മാർ ശബരിമലയിൽ എത്താതിരിക്കുന്നത് അതുവരെയും ഈ കാത്തിരിപ്പ് തുടരും എന്നാണ് വിശ്വാസം. ഹരേ കൃഷ്ണ.